നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ, ചക്കക്കുരു, മുരിങ്ങാക്കോലും, മാങ്ങ എല്ലാം കൂടി ഇട്ട ഒരു പച്ചക്കറിയാണ്. അത് തേങ്ങ അരച്ചാണ് നമ്മൾ കറി വെക്കുന്നത്. നാടൻ വിഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീനും പച്ചമുളകും കുറച്ച് മഞ്ഞൾ പൊടിയും ഇടുന്നില്ല. സവാള അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഇതിനെ വേവിക്കാൻ വെക്കും. വെളുത്തുള്ളി നമുക്ക് ഗ്യാസിനൊക്കെ വേണ്ടി നമ്മൾ ഇടുകയാണ്. ഇത് പച്ചക്കറിയാണല്ലോ. അപ്പം ചക്കക്കുരുവിലൊക്കെ ഭയങ്കര ഗ്യാസ് വെളുത്തുള്ളി എത്ര വേണമെങ്കിലും നമുക്ക് ഇടാട്ടോ ഇതിൽ. അപ്പം നമ്മൾ ചട്ടി വേവിക്കാൻ വെച്ച് ഓണാക്കിയിട്ട് ഇനി ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചക്കക്കുരുവും മുരിങ്ങാക്കോലും മാങ്ങ എല്ലാം കൂടി തിളച്ചല്ലേ. ചെമ്മീനൊക്കെ അപ്പോൾ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കഴുകി വെച്ചേക്കുന്ന മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കോൽ ഇനി ഒരു 5 മിനിറ്റ് കിടന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇടുക. ലാസ്റ്റ് ചക്കക്കുരു വേവിച്ച് വെച്ചേക്കുന്ന കാരണം ചക്കക്കുരു ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. ഓക്കെ, മുരിങ്ങാക്കായലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ ഇടണം. മാങ്ങ ഇത്തിരി ചെനച്ചതാണ്, അത് ഇതിന് ടേസ്റ്റ് കൂടുതലേ ഉണ്ടാവുള്ളൂ. മാങ്ങ ഇതിൻ്റെ കൂടെ നമ്മൾ ചക്കക്കുരുവും കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വേഗം വെക്കാം. അത് അരപ്പൊഴിക്കില്ല. 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ അരപ്പൊഴിക്കാം. ചക്കക്കുരു വേവിച്ചതാണ്, നമ്മൾ വേവിച്ച് വെച്ചതാണ്. നമുക്ക് അരപ്പൊഴിക്കാം കേട്ടോ. 1.5 മുറി തേങ്ങയുണ്ട്, ജീരകവും ചെറിയ ജീരകം അരച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങ വേണ്ട, നമുക്ക് ഇട്ട് നോക്കിയിട്ട് ആവശ്യമുള്ളത് ഒഴിക്കാം. കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് അധികം അരച്ചതാണ്. ഒരു മുറിയാണ് ഇതിന് പാകം. ഇത്രയും മതി. ഒരു മുറി തേങ്ങ മതി. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. കുറച്ചധികം എടുക്കുക. മൂടി വെക്കണം. അതൊന്ന് സെറ്റ് ആവട്ടെ. ഇത്തിരി തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഗ്രേവി കട്ടി കൂടുതൽ വേണ്ട, ചെറുതായിട്ട് ചാറ് പോലെ ഇതിരിക്കേണ്ടത്. ഒഴിച്ചു കൂട്ടുന്ന ഒരു കറിയാണ്. നമ്മൾ താളിച്ചൊഴിക്കും. ഇതിവിടെ കിടക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണേണ്, കാഴ്ച ഒഴിക്കാനായിട്ടുള്ള. എണ്ണ ചൂടാകട്ടെ. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് കാഴ്ച ഒഴിച്ചാൽ കടുകടയാണ്. ഓക്കെ, അതിലേക്ക് ചെറിയുള്ളി ഇടും. മുരിഞ്ഞിട്ടേ മറ്റേ പേറ്റിലേക്ക് ഇടുള്ളൂ അല്ലേ? മുളകിടുന്നുണ്ട്. ഫസ്റ്റ് ഒരു അരക്കിന് ഭംഗിയിട്ടാൽ മതി. നമ്മൾ ഇച്ചിരി മുളക് പൊടി ചേർക്കണ്ടല്ലേ? കാശ്മീരി ആയിരിക്കും അല്ലേ? സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നാടൻ കറികളാണ്. എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് വരാത്ത കറികളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കോഴിക്കറിയുടെയൊക്കെ സൈഡായിട്ടൊക്കെ ഇത് ഒരു ഒഴിച്ച് കറിയായിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, ബൈ. ഓക്കെ.
കോഴി റോസ്റ്റൊക്കെ നമ്മൾ വെക്കണമെങ്കിൽ അതിന് ഗ്രേവി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് ഗ്രേവി ആയിട്ട് നമ്മൾ ഒഴിച്ച് കൂട്ടിയിട്ട് അത് നമുക്ക് വെക്കാം. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളി ഉപ്പൊക്കെ പാകണം. അടിപൊളിയാണല്ലേ. ചെമ്മീൻ്റെ ആ ഫ്ലേവറൊക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. ഓക്കെ. മാങ്ങയുടെ ചെറിയ മധുരവും ഇതൊക്കെ കൂടിയുള്ള കറി ആയതാണ് നല്ല ടേസ്റ്റാണ്. ഓക്കെ ഓക്കെ ഗൈസ്.